നമസ്കാരം, എല്ലാവർക്കും ഇൻസൈറ്റ് ലേണിംഗിൻ്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം വർക്ക് ആൻഡ് ടൈം ആണ്. അപ്പോൾ നമുക്ക് വർക്ക് ആൻഡ് ടൈം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വർക്ക് ആൻഡ് ടൈമുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 8 days. അതായത് എ ഒരു വർക്ക് 8 ദിവസം കൊണ്ട് ചെയ്യുന്നു. ആൻഡ് ബി alone can do it in 24 days. ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? 24 ദിവസം കൊണ്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഹൗ മെനി ഡേയ്സ് ബോത്ത് വിൽ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക്? അങ്ങനെയെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് ചെയ്തു തീർക്കും? അപ്പോൾ നമ്മളാണെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി പല ഇക്വേഷനും നിങ്ങൾ പഠിച്ചിട്ട് കാണും. അതായത് XY ഡിവൈഡ് ബൈ X+Y. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ലേ? ഓരോ ഇതുപോലെ ആണെങ്കിൽ കുറേയേറെ മെത്തേഡ് ഉണ്ടല്ലോ, കുറേയേറെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ വർക്ക് ആൻഡ് ടൈമുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അത് ഓരോ ടൈപ്പും ചെയ്യുമ്പോഴും ഓരോ ഇക്വേഷൻ പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മളാണെങ്കിൽ ഇക്വേഷൻ പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് എനിക്ക് ആ കൺസെപ്റ്റ് പഠിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ ആ കൺസെപ്റ്റാണ് പറയുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ക്വസ്റ്റ്യൻ കൂടെ എഴുതുകയാണ്. അപ്പം എ ഒരു ദിവസം 8 വർക്ക് ചെയ്യുന്നു. അല്ല, എ വർക്ക് ചെയ്യാൻ 8 ദിവസം എടുക്കുന്നു. അതുപോലെ തന്നെ ബി വർക്ക് ചെയ്യാൻ 24 ദിവസം എടുക്കുന്നു. അതായത് എക്ക് എ 8 ദിവസം എടുക്കുന്നു, ബി 24 ദിവസം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി, എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും? അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, എ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? ആകെ 8 ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് തീർക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 8ൽ ഒരു വർക്ക് ചെയ്യും. ബിയോ മൊത്തം 24 ദിവസം എടുക്കുന്നതാണ്. അപ്പം ഒരു ദിവസം കൊണ്ട് 24ൽ ഒരു വർക്ക് ചെയ്യും. നമുക്ക് എന്താ വേണ്ടത്? എയും ബിയും കൂടെ എത്ര വർക്ക് ചെയ്യും? അപ്പം എന്ത് ചെയ്താൽ മതി? എയും ബിയും തമ്മിൽ കൂട്ടിയാൽ പോരെ. അപ്പം എയും ബിയും തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണേ. അപ്പം എ പ്ലസ് ബി ഇസിക്കൽ ടു എന്ത് വരും? എയുടെ സ്ഥാനത്ത് 1/8 ആണ്, പ്ലസ് 1/24. അപ്പം 1/8 പ്ലസ് 1/24 എന്ന് വരും. അതായത് എന്താണ്? രണ്ടും തമ്മിൽ ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും. ഇപ്പോൾ ഇത് ആഡ് ചെയ്യാൻ തന്നെ പല മെത്തേഡുണ്ട്. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? LCM എടുക്കാം. എന്തിൻ്റെ LCM എടുക്കും? ഡിനോമിനേറ്ററിലെ നമ്പർ നോക്കുക, എത്ര കിടക്കുന്നത്? 8, 24. അപ്പോൾ ഡിനോമിനേറ്ററിലെ നമ്പർ നോക്കിയിട്ട് അതിൻ്റെ LCM ആണ് എടുക്കാം. 8, 24 ആയതുകൊണ്ട് എന്ത് ചെയ്യണം? 8ൻ്റെയും 24ൻ്റെയും LCM എടുക്കണം. അപ്പോൾ 8, 24 എന്നുള്ളത് ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി. 8, 24 മാറ്റി എഴുതി. എന്നിട്ട് നമ്മൾ നോക്കുന്നത് LCM കണ്ടുപിടിക്കാൻ വേണ്ടി പല മെത്തേഡുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഒരു മെത്തേഡ് എളുപ്പമുള്ള ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? പഴയ പോലെ LCM എടുത്ത് കണ്ടുപിടിക്കുക. നമ്മൾ LCM എടുക്കാൻ വേണ്ടി 2 നമ്പർ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിലെ വലിയ നമ്പർ നോക്കണം. വലിയ നമ്പർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എത്രയാണ്? 24. എന്നിട്ട് നോക്കണം ആ ചെറിയ നമ്പർ ആ 24ൻ്റെ ഫാക്ടർ ആണോ നോക്കണം. ആ ചെറിയ നമ്പർ 24ൻ്റെ ഫാക്ടർ ആണോ? അതെ, ഫാക്ടർ ആണ്. ഫാക്ടർ ആണെങ്കിൽ എന്താണ്? ഫാക്ടർ ആണെങ്കിൽ ആ വലിയ നമ്പറാണ് അവിടെ LCM. അപ്പോൾ ഇവിടുത്തെ LCM എത്രയാണെന്ന് കിട്ടി? 24 കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ എത്ര എഴുതി? 24 എഴുതി. അപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ LCM എടുക്കുക. LCM എടുക്കാൻ വേണ്ടി ഒരു മെത്തേഡ് പറഞ്ഞു. നമ്മൾ 1, 2, 3 കണക്കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഈ LCM എങ്ങനെയാണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ആദ്യത്തെ കണക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തി കുറേയേറെ കണക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലാണ് LCM എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കണക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ LCM എടുത്ത് 24 എഴുതി. ഇനി എന്ത് ചെയ്യണം? 24 ഇവിടെ നല്ല എത്ര? 8 അല്ലേ? 24/8 3. അടുത്ത എന്ത് വരും? 24/24. 24/24 എത്ര വരും? 1. 3, 3, 4 താഴെ 24 വരും. കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഏതെങ്കിലും നമ്പർ വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ നോക്കണം. 4 വെച്ച് കട്ട് ചെയ്യത്തില്ലേ? 4 വെച്ച് കട്ട് ചെയ്യാത്ത വരും 1, ഇവിടെ 6. അപ്പോൾ 1/6 എന്ന് വരും. അതായത് നമ്മൾ ഈ 1/6 എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ്. എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ്. മൊത്തം 6 വർക്കുണ്ടെങ്കിൽ അതിൽ ഒരു വർക്ക് മാത്രമേ എയും ബിയും കൂടെ ഒറ്റ ദിവസം ചെയ്യുന്നുള്ളൂ. അപ്പം എ പ്ലസ് ബി മൊത്തം എത്ര ദിവസം എടുക്കും? 6 ദിവസം എടുക്കും. ഇതാണ് ഒരു രീതി. അതായത് തന്നിരിക്കുന്ന എ ഒരു വർക്ക് ചെയ്യുന്നു, ബി ഒരു വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് ചെയ്ത് തീർക്കും എന്നറിയാനുള്ള ഒരു മെത്തേഡ് ഇതാണ്. ഇപ്പം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ 2 മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പം ഏതാണോ നിങ്ങൾക്ക് എളുപ്പമുള്ളത് അത് ചെയ്യുക. ഇപ്പം ടൈപ്പ് 2 ആണ് പറയുന്നത്. ടൈപ്പ് 2 ടൈപ്പ് 2 നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതി. എ എന്നുള്ള എത്രയാണ്? 8. എ എന്നുള്ള എത്രയാണ്? 8 ആണ്. ബിയോ? ബി എന്നുള്ളത്
24. ബി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ദിവസം 24. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 8ന്റെയും 24ന്റെയും LCM എടുക്കണം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതല്ലേ. അപ്പം നമ്മൾ എക്സാമിന് സമയത്ത് രണ്ടും കൂടെ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അപ്പം 8, 24 തവണ എന്ത് ചെയ്യുക? 8ന്റെയും 24ന്റെയും LCM എടുക്കുക. LCM എഴുതി. ഇത്ര ഓക്കെ ആണോ? ഇനി ചെയ്യുന്നത് 24/8 എത്രയാണ് ചെയ്യുക? 24/8 എത്രയാണ്? 3 എഴുതി. അതുപോലെ തന്നെ 74/24 എത്രയാണ് നോക്കുക? 1 എഴുതി. അപ്പൊ ഇവിടെ തന്നെ കിട്ടി, 3 കിട്ടി, 1 കിട്ടി. ഓക്കെ അല്ലേ? ഈ 3 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആകെ 24 വാക്ക് അവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ മെത്തേഡ് പഠിക്കുന്നെങ്കിൽ ഇത് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. ആകെ അവിടെ എത്ര വാക്കുണ്ട്? 24 വാക്കുണ്ട്. എ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുന്നുണ്ട്? 3 വർക്ക് ചെയ്യുന്നുണ്ട്. ബി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുന്നുണ്ട്? ഒറ്റ വർക്കേ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ എത്ര വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ദിവസം? ഇവിടെ 3 കിട്ടി. 3 എന്താണ്? എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. 1 എന്താണ്? ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. അപ്പൊ എയും ബിയും കൂടെ എത്ര വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ദിവസം? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പൊ 3 കൊണ്ടും 4 വർക്ക്. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് തീർക്കും? എയും ബിയും കൂടെ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് തീർക്കും എന്നല്ലേ? അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ 24 വർക്കുണ്ട്. ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എത്രയാണ്? 4 വർക്കാണ്. അപ്പൊ അതിന്റെ ആൻസർ കിട്ടാൻ വേണ്ടി ഈ 24നെ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടും 6. അപ്പൊ 6 ഡേയ്സ്. അതായത് ആദ്യം എന്ത് ചെയ്തു? LCM കണ്ടുപിടിച്ചു. എന്നിട്ട് 24/8 3, 24/24 1. 3 കിട്ടിയല്ലോ. അപ്പൊ എയും ബിയും കൂടെ എത്ര ചെയ്യുന്നുണ്ട്? 4 വർക്ക് ചെയ്യുന്നുണ്ട്. A + B = 4 കിട്ടി. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ എന്താണ്? എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? അപ്പൊ ടോട്ടൽ 24 വർക്കുണ്ട്. എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്നതാണ് 4. അപ്പൊ എത്ര ദിവസം ചെയ്യുന്നു അറിയാൻ വേണ്ടി 24നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ 6. ഇതുമായി ബന്ധപ്പെടുത്തിയ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ നമ്പർ മാറ്റിയേ ഉള്ളൂ. അതായത് എ ഒരു വർക്ക് 8 ദിവസം കൊണ്ട് ചെയ്യുന്നു. ബി അതേ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? 12 ദിവസം കൊണ്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ മെത്തേഡ് വെച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്? ഈ 8ന്റെയും 12ന്റെയും LCM എടുക്കണം. 8, 12 നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് നോക്കാം. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞിരുന്നു? ആ വലിയ നമ്പർ ആദ്യം നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ചെറിയ നമ്പർ ഫാക്ടർ ആണോ നോക്കണം. 8, 12ന്റെ ഫാക്ടർ ആണോ? ഫാക്ടർ അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ 12ന്റെ ആ വലിയ നമ്പറിന്റെ ഇരട്ടി കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ആ വലിയ നമ്പറിനെ 2 കൊണ്ട് ഇൻറ്റ് ചെയ്യണം. അപ്പൊ 24 വരും. ഇനി നമ്മൾ നോക്കണം 8 എന്നുള്ളത് ഈ വലിയ നമ്പർ, അതായത് 24ന്റെ ഫാക്ടർ ആണോ നോക്കണം. ഫാക്ടർ അല്ലേ? ഫാക്ടർ ആണെങ്കിൽ ഇവിടുത്തെ LCM ആണ് 24. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? 24 ഇറക്കി എഴുതും. പക്ഷെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഈ 3 എന്താണ്? എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്, എയുടെ എഫിഷ്യൻസി എന്ന് പറയും. അതുപോലെ 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? ബി കിട്ടും. അതായത് ബി ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് ഈ 2. നമുക്ക് എന്താ വേണ്ടേ? A + B. എയും ബിയും കൂടെ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യുമെന്ന്. എയും ബിയും കൂടെ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 3 + 2 5 വർക്ക് ചെയ്യും. എയും ബിയും കൂടെ ഒരു ദിവസം 5 വർക്ക് ചെയ്യും. പക്ഷെ മൊത്തം എത്ര വർക്ക് ഉണ്ടായിരുന്നു? 24 വർക്ക് ഉണ്ടായിരുന്നു. 5 വർക്കേ ഒരു ദിവസം ചെയ്യുന്നുള്ളൂ. അപ്പൊ എത്ര ദിവസം കൊണ്ട് ചെയ്യുവാണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 24നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് = 24/5 എന്ന് ചെയ്യുക. അപ്പൊ 24നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ. ഇത് നമുക്കാണെങ്കിൽ PSC ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ PSCക്കകത്ത് കാണത്തില്ല. അതെപ്പോഴും എന്താണ് വരുന്നത്? ഒരു സ്പിന്ന രൂപത്തിലാണ് വരുന്നത്, ഫ്രാക്ഷൻ രൂപത്തിലാണ് വരുന്നത്. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ ആക്കി മാറ്റണം. 24/5 എന്താക്കണം? ഫ്രാക്ഷൻ ആക്കി മാറ്റണം. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ഇത് ചെയ്യുമോ? അപ്പൊ 24നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എത്ര വരും? 4 വരുന്നത്. 20, 4. അങ്ങനെ ഫ്രാക്ഷൻ ആക്കുന്നത് ഹരണഫലം, കോഷ്യന്റ് വേണം ആദ്യം ഇറക്കി എഴുതാൻ. 4 ഇറക്കി എഴുതി. റിമൈൻഡർ അടുത്തത്. റിമൈൻഡർ എത്രയാണ്? 4 തന്നെയാണ്. ബൈ ഡിവൈഡ് ചെയ്ത നമ്പർ 5. അപ്പൊ ഇതിന്റെ ആൻസർ ഇതാണ്. 4 and 4/5 ആണ് അതിന്റെ ആൻസർ. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയ ഇതിന്റെ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ക്വസ്റ്റ്യൻ ബോർഡറുണ്ട്. എക്ക് ഒരു വർക്ക് ചെയ്യുവാൻ എത്ര ദിവസം വേണം? 12 ദിവസം വേണം. ബിക്ക് ഒരു വർക്ക് ചെയ്യുവാൻ 10 ദിവസം വേണം. സിക്ക് അതേ വർക്ക് ചെയ്യുവാൻ 60 ദിവസം വേണം. അങ്ങനെയെങ്കിൽ എയും ബിയും സിയും കൂടെ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും?
അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന നമ്പർ നോക്കണം. 12 ഉണ്ട്, 10 ഉണ്ട്, 60 ഉണ്ട്. ഇതിന്റെ എന്ത് ചെയ്യണം? LCM. 12, 10, 60 ഇതിന്റെ LCM വേണം ആദ്യം കണ്ടുപിടിക്കാൻ. LCM കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു എന്ത് ചെയ്യണം? ഏറ്റവും വലിയ നമ്പർ നോക്കുന്നു. ഏറ്റവും വലിയ നമ്പർ എത്രയാണ്? 60 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 12 60ന്റെ ഫാക്ടർ ആണോ നോക്കണം. 12 5 ആണ് 60. അപ്പൊ 12 ഫാക്ടറാണ്. 10 60ന്റെ ഫാക്ടർ ആണോ നോക്കണം. 10ഉം 60ന്റെ ഫാക്ടറാണ്. അപ്പൊ 12ഉം 60ന്റെ ഫാക്ടറാണ്, 10ഉം 60ന്റെ ഫാക്ടറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ LCM എന്താണ്? LCM എത്ര വരും? 60 വരും. അപ്പൊ നമ്മൾ എന്ത് എഴുതി? 60 ഇവിടെ എഴുതി. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ. 60/12 എത്ര ആണെന്ന് എഴുതുന്നു? 5. ഈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് 5. അടുത്തത് 60/10 എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് 6. മൊത്തം 60 വർക്ക് ഉണ്ടെങ്കിൽ ബി ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് 6. അടുത്തത് 60/60 1 വരും. അതായത് മൊത്തം 60 വർക്ക് ഉണ്ടെങ്കിൽ സി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1. നമുക്ക് എന്താ വേണ്ടത്? എയും ബിയും സിയും കൂടെ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും എന്നല്ലേ വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യേണ്ടത്? എയും ബിയും സിയും കൂട്ടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ പോരെ. കൂട്ടുമ്പോൾ എത്ര വരും? 5, 6, 11, 11, 1, 12 വരും. അതായത് എയും ബിയും സിയും കൂടെ 12 വർക്ക് ഒരു ദിവസം ചെയ്യുന്നുണ്ട്. എയും ബിയും സിയും കൂടെ 12 വർക്ക് ഒരു ദിവസം ചെയ്യുന്നുണ്ട്. പക്ഷെ മൊത്തം എത്ര വർക്കുണ്ട്? 60 വർക്കില്ലേ? അപ്പം 60 വർക്ക് മൊത്തം ഉണ്ട്. ഒരു ദിവസം 12 വർക്ക്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ടോട്ടൽ വർക്കിനെ ആ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 60/12 5 ദിവസം. ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. വർക്ക് ആൻഡ് ടൈമിന്റെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എക്ക് ഒരു വർക്ക് ചെയ്യുവാൻ 15 ദിവസം വേണം. എക്കും ബിക്കും കൂടെ വർക്ക് ചെയ്യുവാൻ 10 ദിവസം വേണം. ബിക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുവാൻ, അങ്ങനെയാണെങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുവാൻ എത്ര ദിവസം ആവശ്യം വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. എന്ത് ചെയ്യണം? 10, 15 അതിന്റെ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന ഡേയ്സിന്റെ LCM കണ്ടുപിടിക്കുന്നത്. 10ന്റെയും 15ന്റെയും LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ നമ്പർ നോക്കുന്നു. 15, 10 ചെറിയ നമ്പർ 10, 15ന്റെ ഫാക്ടറാണോ നോക്കണം. ഫാക്ടറാണോ? ഫാക്ടർ അല്ല. ഫാക്ടർ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആ വലിയ നമ്പറിന്റെ ഡബിൾ കണ്ടുപിടിക്കണം. വലിയ നമ്പറിന്റെ ഡബിൾ കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? 30 വരും. 30 വരും. ഇനി നമ്മൾ നോക്കണം ആ ചെറിയ നമ്പർ 30ന്റെ ഫാക്ടർ ആണോ എന്ന്. 10 30ന്റെ ഫാക്ടർ അല്ലേ? ഫാക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? LCM വരുന്നത് 30. അവിടെ വരുന്ന വലിയ നമ്പറാണ് LCM. അപ്പൊ നമ്മൾ എന്ത് എഴുതി? LCM എന്നുള്ളത് 30 എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എന്ത് ചെയ്യും? 30/15 എത്ര ആണ്? 2 അല്ലേ? അടുത്തത് 30/10 എത്ര വരും? 3 എന്ന് പറഞ്ഞാൽ മീനിങ് എന്തുവാ? മീനിങ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മീനിങ് എന്താണ്? എ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് 2 വർക്ക്. ആകെ 30 വർക്ക് ഉണ്ടെങ്കിൽ LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെയുള്ള വർക്കാണ്. ആകെയുള്ള 30 വർക്ക് ഉണ്ടെങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് 2. മൊത്തം 30 വർക്ക് ഉണ്ടെങ്കിൽ എയും ബിയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് 3. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ബി എത്ര വർക്ക് ചെയ്യുമെന്ന്? എയും ബിയും കൂടെ 3 വർക്ക് ചെയ്യും. അതിലെ എ മാത്രം എത്ര വർക്ക് ചെയ്യും? 2 വർക്ക് ചെയ്യും. ബാക്കി എത്ര വർക്കായിരിക്കും ബി ചെയ്യുന്നത്? മൊത്തം 3 ആണ്. എ മാത്രം 2 വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് വരും? 3 - 2 = 1. അപ്പൊ ബി എത്ര വർക്കേ ചെയ്യുന്നുള്ളൂ? 1 വർക്കേ ഒരു ദിവസം ചെയ്യുന്നുള്ളൂ. അപ്പൊ മൊത്തം എത്ര വർക്കുണ്ട്? 30 വർക്കുണ്ട്. ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 1 ആണ്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 30 ടോട്ടൽ വർക്കിനെ ഇവിടുത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 30/1 = 30. അപ്പൊ 30 ഡേയ്സ് ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എയും ബിയും കൂടെ ഒരു വർക്ക് ചെയ്യുവാൻ എടുക്കുന്നത്. എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുവാണെങ്കിൽ ആ വർക്ക് ചെയ്യുവാൻ വേണ്ടി 12 ദിവസം എടുക്കും. ബിയും സിയും കൂടെ അതേ വർക്ക് ചെയ്യുവാൻ 15 ദിവസം എടുക്കും. എയും സിയും കൂടെ അതേ വർക്ക് ചെയ്യുവാൻ 20 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടെ ആ വർക്ക് ചെയ്യുവാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നേരത്തെ പോലെ തന്നെ ചെയ്താൽ പോലെ എന്ത് ചെയ്യണം? തന്നിരിക്കുന്നതിന്റെ എന്ത് ചെയ്യണം? LCM എടുക്കണം. അതായത് 12 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്. അപ്പൊ ഇതിന്റെ LCM എടുക്കണം. എങ്ങനെ LCM എടുക്കുന്നത്? കൂട്ടത്തിലെ വലിയ നമ്പർ നോക്കുന്നു. 20. 12 20ന്റെ ഫാക്ടർ ആണോ? അല്ല. 15 20ന്റെ ഫാക്ടർ ആണോ? അല്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത നമ്പർ, അതായത് വലിയ നമ്പറിൻ്റെ ഡബിൾ കണ്ടുപിടിക്കണം. 2 times. അപ്പോൾ എത്ര വരും? 40 എന്ന് വരും. 40 എന്നല്ല വരുന്നത്, 20 × 2 40 എന്നാണ് വരുന്നത്. അല്ല, 40 എന്ന് വരും. ഇനി നോക്കണം 12 40ൻ്റെ ഫാക്ടറാണോ? അല്ല. 15 40ൻ്റെ ഫാക്ടറാണോ? അതുമല്ല. അപ്പോൾ അപ്പോഴും എന്താണ് 40 ഇപ്പോൾ എന്താണ്? LCM അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ 20 ആദ്യം നമ്മൾ എന്തുകൊണ്ട് ചെയ്തു? 20 വെച്ച് നോക്കി. രണ്ടാമത് 20 × 2 എത്രയാണെന്ന് നോക്കി. അടുത്തത് 20 × 3 എത്രയാണെന്ന് നോക്കണം. 20 × 3 എത്ര വരും? 60. ഇനി നമ്മൾ ആലോചിക്കണം 12 60ൻ്റെ ഫാക്ടറാണോ? 12 × 5 60. അപ്പോൾ ഫാക്ടറാണ്. 15 × 4 60. അപ്പോൾ 15 എന്താണ്? ഫാക്ടറാണ്. അപ്പോൾ 12 15 ആ വലിയ നമ്പറിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ LCM ഇവിടെ എത്ര വരുന്നത്? 60. LCM എത്ര വരും? 60 എന്ന് വരും. അപ്പോൾ നമ്മൾ എഴുതാൻ വേണ്ടി പോവാണ് LCM 60 എന്ന് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. 60/12 = 5. 60/15 = 4. 60/20 = 3. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പറയാമോ? നേരത്തെ ഇതുപോലെ തന്നെ ഇവയെല്ലാം നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ വരും 5 4 9 9 3 12. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമില്ലേ? നിങ്ങൾ ലെഫ്റ്റ് സൈഡും കൂടെ ഡിവൈഡ് ചെയ്ത് നോക്കിയേ, അല്ല ആഡ് ചെയ്ത് നോക്കിക്കേ. ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ A+B ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, B+C ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ, A+C ഉണ്ട്. ഇവരെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി പോവാം. നേരത്തെ ഉള്ള കണക്കിനകത്തൊന്നും ഇങ്ങനൊരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ഈ കണക്കിനകത്ത് എന്താണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം എന്താ നോക്കാൻ വേണ്ടി പോവാണ്. ഇവർ ആഡ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. എയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2A വരുന്നുണ്ട്, 2B വരുന്നുണ്ട്, 2C വരുന്നുണ്ട്. വേണമെങ്കിൽ 2 കോമൺ എടുക്കാമല്ലോ. അപ്പോൾ 2 × A + B + C = ആണ് അവിടെ 12 വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ A + B + C എന്ത് വരും? A + B + C = 12/2 = 6 എന്ന് വരും. എന്ന് പറഞ്ഞ മീനിങ് എന്താ? എയും ബിയും സിയും കൂടെ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് ഈ 6. അല്ലാതെ നമ്പർ ഓഫ് ഡേയ്സ് അല്ല. എയും ബിയും സിയും കൂടെ ഒരു ദിവസം ചെയ്ത് തീർക്കുന്ന വർക്ക് 6ആണ്. പക്ഷെ മൊത്തം എത്ര വർക്കുകളുണ്ട്? 60 വർക്കുണ്ട്. 60 വർക്കിൽ 6 വർക്ക് മാത്രമേ ഒരു ദിവസം ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ 60നെ 6 കൊണ്ട് നമ്മൾ നേരത്തെ ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെ 60നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 10. അപ്പോൾ 10 days ആണ് ആൻസർ. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. പിയും ക്യൂവും കൂടെ വർക്ക് 12 ദിവസം കൊണ്ട് ചെയ്യുന്നു. ക്യൂവും 6 കൂടെ ഒരു വർക്ക് 4 ദിവസം കൊണ്ട് ചെയ്യുന്നു. പിയും 6 കൂടെ ഒരു വർക്ക് 6 ദിവസം കൊണ്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്: പിയും ക്യൂവും 6 കൂടെ എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ചെയ്യുക. എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. എന്തിന് LCM? 12 4 6. LCM കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കൂട്ടത്തിലെ വലിയ നമ്പർ 12 അല്ലേ കൂട്ടത്തിലെ വലിയ നമ്പർ. അപ്പോൾ അത് നോക്കുന്നു. അടുത്ത് എന്ത് ചെയ്യണം? 4 12ൻ്റെ ഫാക്ടറാണ്. 4 × 3 12. അപ്പോൾ ഫാക്ടറാണ്. 6 12ൻ്റെ ഫാക്ടറാണ്. 6 × 2 12. അപ്പോൾ 6 എന്താണ്? ഫാക്ടറാണ്. അപ്പോൾ 12ൻ്റെ ഫാക്ടേഴ്സാണ് 4 ഭാഗം. അപ്പോൾ എന്താണ്? LCM എന്ത് വരും? 12 എന്ന് വരും. അപ്പോൾ LCM 12 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 12/12 1, 12/4 3, 12/6 2. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 6 വരത്തില്ലേ? ഇവിടെ വരുന്നത് എന്താ? നേരത്തെ ചെയ്യുന്ന പോലെയാണെങ്കിൽ 2 × P + Q + R വരും അല്ലേ? നമുക്ക് എന്താ വേണ്ടേ? P + Q + R അല്ലേ വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 6 ഉണ്ടായിരുന്നു. ഈ 2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 6/2 = 3. അതായത് പിയും ക്യൂവും 6 കൂടെ ഒരു ദിവസം ചെയ്യുന്ന വർക്കാണ് 3. മൊത്തം 12 വർക്കുണ്ട്. അതിലെ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 3. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ വർക്കിനെ 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 days വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമ്മൾ പഠിച്ചത് വർക്ക് ആൻഡ് ടൈമിൻ്റെ പല വിധത്തിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം ഏകദേശം പകുതിയോളം ക്വസ്റ്റ്യൻ ആണെങ്കിൽ വർക്ക് ആൻഡ് ടൈമിൻ്റെ ബന്ധപ്പെടുത്തിയുള്ള പകുതിയോളം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു തീർത്തിട്ടുണ്ട്. അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തതും തുടർന്ന് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക.